ഘടകകക്ഷികളുമായിട്ടൊക്കെ തന്നെ വളരെ സ്മൂത്തായിട്ടുള്ള ബന്ധമാണ് കേരളത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് എല്ലാ വിഭാഗം നേതാക്കന്മാരുമായിട്ടും എല്ലാ ഘടകകക്ഷി നേതാക്കന്മാരുമായിട്ടും നല്ല ചർച്ചകൾ നടക്കുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് ഞങ്ങൾ നേരത്തെ പറയാറുണ്ട് കോൺഗ്രസിന് അങ്ങനെ വലിയേട്ടൻ മനോഭാവം, എല്ലാ സീറ്റുകളും പിടിച്ചെടുക്കുന്ന മനോഭാവം. പക്ഷേ ന്യായമായത് എല്ലാവർക്കും കൊടുക്കുക, ന്യായമായത് കോൺഗ്രസ് കൊടുക്കുക, ഈ തീരുമാനത്തിൽ തന്നെ മുന്നോട്ട് പോകുന്നു. അതിനൊന്നും പ്രയാസം അവിടെ ഉണ്ടാകുന്ന പ്രശ്നമില്ല. ഇത് ഞങ്ങൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് സംസ്ഥാനങ്ങളുമായിട്ട് അവിടുത്തെ സംഘടനാ പ്രവർത്തനങ്ങൾ അതുപോലുള്ള രാഷ്ട്രീയമായ പ്രശ്നങ്ങളൊക്കെ തന്നെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 1 by 1 ആയിട്ട് ഓരോ സ്റ്റേറ്റുകൾ ചെയ്യും. പ്രത്യേകിച്ച് ഇലക്ഷൻ ഗോയിങ് സ്റ്റേറ്റുകളായിട്ടുള്ള ആസാം, തമിഴ്നാടു, പുതുച്ചേരി, കേരള, വെസ്റ്റ് ബംഗാൾ. ഇപ്പം ഇന്ന് കേരളത്തിൻ്റെ മീറ്റിംഗ് നടന്നു, അതുപോലെ ബീഹാറിൻ്റെ മീറ്റിംഗ് നടന്നു. കേരളത്തിലെ മീറ്റിംഗിൽ കേരളത്തിലെ നേതാക്കന്മാർ വിവരിച്ചു അവിടെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള ക്രമീകരണങ്ങൾ എന്തൊക്കെയാണ്, UDFന്റെ ചർച്ചകൾ, സീറ്റ് ചർച്ചകൾ എങ്ങനെ പോകുന്നു, അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ കേരളത്തിലെ നേതാക്കന്മാർ ലീഡർഷിപ്പിനെ ധരിപ്പിക്കുകയുണ്ടായി. ക്യാമ്പയിനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ എങ്ങനെ മുന്നോട്ട് പോകണമെന്നുള്ളതിനും ഉള്ള കാര്യങ്ങളും ഒക്കെ തന്നെ ചർച്ച ചെയ്യുകയുണ്ടായി. പാർട്ടി നേതാക്കന്മാർ ഒറ്റക്കെട്ടായിട്ട് എല്ലാവരും യോജിച്ചു നിന്നുകൊണ്ട് തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലുണ്ടായിട്ടുള്ള വൻ വിജയത്തിൻ്റെ ആത്മവിശ്വാസം നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ, എന്നാൽ ഓരോ കാര്യങ്ങളിലും ശ്രദ്ധയോടുകൂടി ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകാനുള്ള ഒരു അഡ്വൈസാണ് ലീഡർഷിപ്പ് കേരള ഘടകത്തിന് കൊടുത്തത്. അത്തരം കാര്യങ്ങളൊന്നും ഇന്ന് ചർച്ചയ്ക്ക് വന്നിട്ടില്ല. അതൊക്കെ ഇലക്ഷൻ കമ്മിറ്റികളും സ്ക്രീനിംഗ് കമ്മിറ്റികളും കഴിഞ്ഞ് CEC ആണ് അന്തിമമായ തീരുമാനമെടുക്കേണ്ടത്, സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട മാനങ്ങൾ. പക്ഷേ കേരളത്തിലെ നേതാക്കന്മാർക്ക് അത് നിർദ്ദേശിക്കാം, അത് സ്ക്രീനിംഗ് കമ്മിറ്റി തലത്തിലാണ് ഉണ്ടാവുക. ഇന്നത്തെ മീറ്റിംഗിൽ അതൊന്നും ചർച്ച ചെയ്തില്ല. ഇന്ന് പൊതുവായ കാര്യങ്ങളാണ് ചർച്ച ചെയ്തത്. ഇലക്ഷനിലെ ഇഷ്യൂസ്, എന്തൊക്കെ ഇഷ്യൂസാണ് ടേക്കപ്പ് ചെയ്യേണ്ടത്, ഏതൊക്കെയാണ് വിഷയങ്ങളുള്ളത്, അവിടെ ഇത്തരം കാര്യങ്ങളിലാണ് സജീവമായിട്ടുള്ള ചർച്ച നടന്നത്. അല്ലല്ല, ഘടകകക്ഷികളുമായിട്ടൊക്കെ തന്നെ വളരെ സ്മൂത്തായിട്ടുള്ള ബന്ധമാണ് കേരളത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് എല്ലാ വിഭാഗം നേതാക്കന്മാരുമായിട്ടും എല്ലാ ഘടകകക്ഷി നേതാക്കന്മാരുമായിട്ടും നല്ല ചർച്ചകൾ നടക്കുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് ഞങ്ങൾ നേരത്തെ പറയാറുണ്ട് കോൺഗ്രസിന് അങ്ങനെ വലിയേട്ടൻ മനോഭാവം, എല്ലാ സീറ്റുകളും പിടിച്ചെടുക്കുന്ന മനോഭാവം. പക്ഷേ ന്യായമായത് എല്ലാവർക്കും കൊടുക്കുക, ന്യായമായത് കോൺഗ്രസ് കൊടുക്കുക, ഈ തീരുമാനത്തിൽ തന്നെ മുന്നോട്ട് പോകുന്നു. അതിനൊന്നും പ്രയാസം അവിടെ ഉണ്ടാകുന്ന പ്രശ്നമില്ല. അതൊക്കെ വളരെ സ്മൂത്തായിട്ടാണ് നടക്കുന്നതെന്നാണ് ലീഡർഷിപ്പ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അല്ല, സ്വാഭാവികമായിട്ടും ഘടകകക്ഷി ചർച്ചകൾ അവിടെ തന്നെ നടക്കുക. അവിടെ പക്ഷേ നേതാക്കന്മാർ തമ്മിൽ ഒരു സമവായം ഉണ്ടാക്കിക്കൊണ്ട് നമ്മൾ ഇന്ന് വളരെ പ്രധാനപ്പെട്ട വീണ്ടും എംഫസൈസ് ചെയ്തത് നേതാക്കന്മാർ തമ്മിലുള്ള ആശയവിനിമയങ്ങൾ ശക്തിപ്പെടുത്തിക്കൊണ്ട് അവരുടെ ഇടയിൽ ശക്തമായ കോർഡിനേഷൻ ഉണ്ടാക്കി മുന്നോട്ട് പോകണം. ശബരിമല എങ്ങനെ ടേക്കപ്പ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്? ശബരിമല സ്വർണ്ണക്കൊള്ള അല്ല, അതവിടെ സ്വാഭാവികമായിട്ടും ആ സമരം കേരളത്തിലെ കോൺഗ്രസ് വളരെ വിപുലമായി ഏറ്റെടുത്തിട്ടുണ്ട്. അത് ശക്തമായിട്ട് തന്നെ മുന്നോട്ട് പോകാൻ തീരുമാനിക്കുന്നു.